മോളെ ആ മോളെ അമൃത എത്തിയോ? അകത്തുണ്ട്, മാമ വാ. ആ ഇതാ മോളെ. മാമൻ കല്യാണം വിളിക്കാൻ വന്നാണല്ലേ? അതെ മോളെ, എന്തൊക്കെ പറഞ്ഞാലും എന്റെ മൂത്ത സന്തതിയായി പോയില്ലേ. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കല്യാണം നടത്തി കൊടുക്കേണ്ടത് എന്റെ കടമയല്ലേ. മാമൻ ഇത്രയും കഷ്ടപ്പെട്ട് സുമേഷേട്ടനെ കല്യാണം ക്ഷണിക്കാനായിട്ട് ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. ആ ഈ കല്യാണക്കുറി ഞങ്ങക്ക് നേരത്തെ കിട്ടിയിരുന്നു. അല്ല, അപ്പോ ആകാശ് ഇവിടെ വന്ന് എല്ലാരും കല്യാണം വിളിച്ചു അല്ലേ? ആകാശേട്ടനല്ല മാമ. പിന്നെ ആരാ? അംബികയോ? ഇവിടെ വന്ന് കല്യാണം ക്ഷണിച്ചത് വേറെ ആരുമല്ല, കല്യാണച്ചക്കനും കല്യാണ പെണ്ണുവാ. സുമേഷും ദിവ്യപ്രഭയും ഇവിടെ വന്ന് നിങ്ങളെ കല്യാണം ക്ഷണിച്ചെന്നോ? എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യത്തിൽ അവര് ഞങ്ങളെ കല്യാണം ക്ഷണിക്കാൻ വന്നതല്ല, അവര് കല്യാണം കഴിക്കുന്നു അറിയിക്കാൻ വന്നതാ. കല്യാണക്കുറി തന്നിട്ട് ആ ദിവസം ഞങ്ങൾ ആരും കല്യാണം നടക്കുന്ന സ്ഥലത്തിന്റെ പരിസരത്ത് പോലും വരരുതെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാ രണ്ടുപേരും കൂടെ പോയത്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ മോളെ. ഞാൻ സുമേഷേട്ടന്റെ ജീവിതത്തിലേക്കോ അഭിമന്യു ദിവ്യപ്രഭയുടെ ജീവിതത്തിലേക്കോ കടന്നു കയറാൻ ഒരു ശ്രമവും നടത്തിയിട്ടില്ല. പക്ഷെ മനഃപൂർവ്വം അവർ രണ്ടുപേരും ഇവിടെ വന്ന് ഞങ്ങളെ ആക്ഷേപിച്ചിട്ട് പോയി. മക്കളെ, അവര് കാണിച്ച ഈ അധിക പ്രസംഗത്തിന് ഞാൻ ക്ഷമ ചോദിക്കുക. ഇതാണ് അവരുടെ പോക്കെങ്കി സഹദേവ മാമനി ലോകം മുഴുവൻ നടന്ന് മാപ്പ് ചോദിക്കാനേ സമയമുണ്ടാവും. ഈ കല്യാണം കഴിയുന്നതോടെ എന്റെ കുടുംബാന്തരീക്ഷം എന്തായി തീരുമെന്ന കാര്യത്തില് എനിക്ക് നല്ല സംശയമുണ്ട്. എന്ത് ചെയ്യാനാ, സഹിക്കല്ലാതെ വേറെ മാർഗമൊന്നുമില്ലല്ലോ. ഏതായാലും ഈ കല്യാണത്തിന് വരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല മാമ. മാമൻ ക്ഷണിച്ചതിന്റെ പേരിൽ ഞങ്ങൾ അവിടെ വന്ന അത് ദിവ്യപ്രഭയ്ക്ക് ഇഷ്ടാവില്ല. അവൾ അതിന്റെ പേരിൽ മണ്ഡപത്തിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് മാമന് തന്നെ ആയിരിക്കും. ഈ കാര്യത്തിൽ ഞാൻ നിങ്ങളെ ആരെയും നിർബന്ധിക്കില്ല മക്കളെ. നിങ്ങൾക്ക് ഉചിതമായ തീരുമാനമെടുക്കാം. ഞാൻ എന്റെ കടമ നിർവഹിച്ചു എന്ന് മാത്രം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. അല്ല, അഖിലമോളെ കണ്ടില്ലല്ലോ. ഓ, ഭാവി മരുമകളെ കുറിച്ച് മറക്കാതെ തിരക്കിയല്ലോ. അല്ല, അഖിലെ കണ്ടില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. നിങ്ങൾ തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും എന്റെ അഖിലമോള എന്റെ ഒരു പ്രതീക്ഷ. ആകാശ് അവളെ കല്യാണം കഴിച്ച് എന്റെ വീട്ടിലെ മരുമകളാവുമ്പോഴേ അതൊരു വീടാവൂ. ഇപ്പൊ അതൊരു നരകമാ. ഇനി ആ ദിവ്യപ്രഭയും കൂടി വന്നു കഴിഞ്ഞാ അത് നരകത്തേക്കാൾ മോശവും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. പാവം ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഹായ് സാർ. ഏത് ഐസ്ക്രീമാ തന്റെ ഫേവറേറ്റ്? സ്ട്രോബെറി വിത്ത് ഡ്രൈ ഫ്രൂട്ട്സ്. ആ, നിങ്ങളെ കുടുംബക്കാരെല്ലാവരുടെയും ഫേവറേറ്റ് ഐസ്ക്രീം ഇത് തന്നെയാണോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, അനഘയുടെയും ഫേവറേറ്റ് ഇത് തന്നെയാ. എന്താ സാർ വേണ്ടത്? ഒരു സ്ട്രോബെറി വിത്ത് ഡ്രൈ ഫ്രൂട്ട്സ്, ഒരു പ്ലെയിൻ വാനില. ചേട്ടാ, 2 പ്ലെയിൻ വാനില മതി. ശരി മേഡം. എടാ, ഇരു കുടുംബങ്ങളും ചേർന്നെടുത്തു കഴിഞ്ഞ ഒരു തീരുമാനമാണ് അഖിലയുമായുള്ള കല്യാണം. അതിനോട് പൊരുത്തപ്പെടാൻ നീ ശ്രമിച്ചേ പറ്റുമോനെ. അഖിലയോട് നീ ഇങ്ങനെ അകലം പാലിച്ച് പെരുമാറിയ
അത് അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായി പോവും. നിന്നെക്കുറിച്ച് ഞാൻ അടുത്തറിഞ്ഞു വരുന്നേ ഉള്ളൂ. നിന്റെ രീതികളും ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഇനി ഞാൻ ഓർത്ത് മനസ്സിൽ കുറിച്ചിട്ടോണം. അല്ല, എന്താ ഇയാളുടെ ഹോബി? എനിക്ക് പുസ്തകം വായിക്കാൻ ഇഷ്ടം. ആഹാ, ഇൻട്രസ്റ്റിംഗ്. റീഡിങ് എനിക്കും ഇഷ്ടമാണ്. ശരിക്കും? യെസ്. അല്ല, എന്ത് ടൈപ്പ് ബുക്സാ അഖില വായിക്കാറുള്ളത്? നോവൽസാ കൂടുതൽ ഇഷ്ടം. ആഹാ, കൊള്ളാലോ. ആ, ഏതാ അവസാനം വായിച്ച പുസ്തകം? അത് അതെ, ഒരു ഇംഗ്ലീഷ് നോവലാ. എന്തായിരുന്നു ബുക്കിന്റെ പേര്? പേരെനിക്ക് ഓർമ്മയില്ല. കുറെ നാൾ മുമ്പ് വായിച്ചതല്ലേ. പക്ഷെ അതിന്റെ കഥ വള്ളി പുള്ളി വിടാതെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആഹാ, അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നോ? അതെ. എന്തായിരുന്നു കഥ? കഥ എന്ന് പറഞ്ഞ, നായകന് ആദ്യം ഒരു പ്രണയം ഉണ്ടായിരുന്നു. പക്ഷേ സാഹചര്യവശാൽ മറ്റൊരാളെ വിവാഹം കഴിക്കേണ്ടി വന്നത്. വിവാഹം കഴിഞ്ഞിട്ടും അയാളുടെ മനസ്സിൽ ഭാര്യയേക്കാൾ സ്ഥാനം ആദ്യ കാമുകിക്കായിരുന്നു. എന്നിട്ട് അതാണ് കഥയുടെ ഒരു സാരാംശം. ചുരുക്കി പറഞ്ഞ, പ്രണയവും ദാമ്പത്യവും തമ്മിലുള്ള ഒരു വടംവലിയാ ആ നോവലിന്റെ കഥ. അല്ല, ഇത്രയും കേട്ടപ്പോ ഒരു ആകാംക്ഷ. ഒടുവിൽ ആ വടംവലിയിൽ ഏതാ ജയിച്ചേ? അയാള് പ്രണയത്തിന്റെ പുറകെ പോയി ജീവിതം നശിപ്പിച്ചു. സ്വാഭാവികം. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അതൊരു ഇംഗ്ലീഷ് നോവലല്ലേ, അതുകൊണ്ടായിരിക്കും അതിന് അങ്ങനെ ഒരു ക്ലൈമാക്സ്. അല്ലായിരുന്നെങ്കിലോ? അത് പിന്നെ ചോദിക്കാനുണ്ടോ? നമ്മുടെ നാട്ടിലെ സദാചാര നിയമങ്ങൾ പ്രകാരം കുടുംബവും സമൂഹം അയാളെ ദാമ്പത്യത്തിൽ തന്നെ തളച്ചിട്ടേനെ. എന്താ സംശയം? കുടുംബവും സമൂഹം അയാളെ തളച്ചിട്ടേനെന്ന് പറഞ്ഞ, നിങ്ങൾ പുരുഷന്മാർക്ക് ആദ്യം പ്രണയിച്ചവരെ മറക്കാൻ കഴിയില്ലെന്നാണോ ആകാശേട്ട ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ചില പുരുഷന്മാർക്ക് പ്രണയത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്തു വരാൻ കഴിയും, മറ്റു ചിലർക്ക് കഴിയില്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടിന്റെ കാര്യമാണ്. ആകാശേട്ടൻ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നേ? പഴയ പ്രണയം പൂർണ്ണമായും മറക്കാൻ കഴിയുന്ന കൂട്ടത്തിലോ, അതോ? താനാ ഇല്ലാത്ത നോവലിന്റെ കഥ പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ തന്റെ മനസ്സിൽ എന്തായിരുന്നെന്നോ എനിക്ക് വ്യക്തമായിരുന്നു അഖില. എന്നാ പിന്നെ ആകാശേട്ടന് എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം വ്യക്തമാക്കി തന്നൂടെ? തന്നോടും നുണ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്നത് തന്നെ വേദനിപ്പിക്കാനോ അല്ല. ആദ്യത്തെ പ്രണയം പൂർണ്ണമായിട്ടും മറക്കാൻ പറ്റോ ഇല്ല എന്നുള്ള ചോദ്യത്തിന് ഇപ്പൊ കൃത്യമായൊരു മറുപടി പറയാൻ എനിക്ക് പറ്റില്ല അഖില. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഞാൻ ഒരിക്കലും ഇനി ആ പ്രണയത്തിന് പിന്നാലെ പോയില്ല. വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയോട് ഞാൻ പൂർണ്ണമായിട്ടും സത്യസന്ധനായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സത്യസന്ധത മാത്രം പോരാ ആകാശേട്ടാ. അവിടെ ഏറ്റവും പ്രധാനം പ്രണയം തന്നെ ആയിരിക്കണ്ടേ? ആ പ്രണയം എന്നോടുണ്ടോന്നാ എനിക്കറിയേണ്ടത്. അതോ കുടുംബവും സമൂഹവും തളച്ചിടുന്നതിന്റെ പേരിൽ മാത്രം തുടരുന്ന ആഴമില്ലാത്തൊരു ദാമ്പത്യം മാത്രമായിരിക്കോ നമ്മുടേത്? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ സത്യസന്ധമായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് എനിക്കൊരു പരിമിതിയുണ്ട്. എങ്കിലും ഒരു കാര്യം ഞാൻ അഖിലോട് തീർത്തും പറയാം. തീർച്ചയായിട്ടും തന്നോട് എനിക്ക് സ്നേഹമുണ്ട്. പക്ഷേ അതിനെ പ്രണയമെന്ന് വിളിക്കാൻ പറ്റുമെന്നറിയില്ല. ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാ. ഇത്രയൊക്കെ തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണല്ലോ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കില്ല. കഴിക്ക്. ഇന്നലത്തെ നിന്റെ പരാതി ഇന്നത്തോട് മാറ്റും. കഴിക്ക്.
ആകാശേട്ടൻ എന്നോട് തോന്നുന്നത് പ്രണയമല്ല, വെറും സഹതാപം മാത്രമാ. ഞാനത് നന്നായി തിരിച്ചറിയുന്നുണ്ട്. സുമേഷിന്റെയും ദിവ്യപ്രഭയുടെയും കല്യാണത്തിന് പഞ്ചരത്നത്തിൽ നിന്ന് ആരും പോകരുത്. പോയാ സ്വർണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. കല്യാണത്തിന് പോകുന്നതിൽ നിന്ന് ഇവറ്റകളെ എങ്ങനെയെങ്കിലും തടയണം. അമൃതേച്ചി, ദേ കലേമ വന്നു. കലേമ, മക്കൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ കുറെ ദിവസമായി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട്. അമ്മയുടെ തിരക്കുകളൊക്കെ അറിയാലോ, അതുകൊണ്ടാ ഇടയ്ക്ക് വന്ന് വിവരങ്ങൾ അന്വേഷിക്കാൻ കഴിയാതിരുന്നത്. നിങ്ങൾക്ക് എന്നോട് വിരോധമൊന്നും തോന്നരുത്. അമ്മയുടെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അതിലൊന്നും ഒരു വിഷമവുമില്ല. ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. നാളെയല്ലേ സഹദേവന്റെ മൂത്ത മോന്റെ കല്യാണം? നിങ്ങളെ ക്ഷണിച്ചില്ലേ? ആ, സഹദേവമാവൻ വന്ന് ഞങ്ങളെ ക്ഷണിച്ചിരുന്നു. ഇവരെങ്ങാനും കല്യാണത്തിന് പോയി കളയോ? ഇവളുമാരാ കല്യാണത്തിന് പോയാ നല്ല ചേലായിരിക്കും. പെണ്ണിന്റെ കഴുത്ത് കിടക്കുന്ന ആഭരണം കണ്ട ഇവര് ഞെട്ടും. എനിക്കെപ്പോ പിടിവീണെന്ന് ചോദിച്ചാ മതി. പക്ഷേ മാമൻ വന്ന് കല്യാണം ക്ഷണിക്കുന്നതിന് മുമ്പ് ദിവ്യപ്രഭയും സുമേഷേട്ടനും കൂടി ഇവിടെ വന്ന് കുറെ ഷോ കാണിച്ചു. എന്തു ഷോ? ഞങ്ങൾക്ക് കല്യാണക്കുറി തന്നിട്ട് ആ പരിസരത്ത് പോലും വന്നു പോരുതെന്ന് പറഞ്ഞിട്ടാ അവര് പോയത്. ഓ ഭാഗ്യം, അതോടെ ആ അപകടം ഒഴിവായി. ദേ മക്കളെ, ആ അഹങ്കാരിയുടെ കല്യാണത്തിന് ഈ പഞ്ചരത്നത്തിൽ നിന്ന് ഒരു പട്ടി പോലും പോകരുത്. നിങ്ങളുടെ ആത്മാഭിമാനത്തെയാ അവള് ചോദ്യം ചെയ്തത്. എന്താ മാഡം, ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? അവളും സുമേഷും കൂടി വന്ന് ഇങ്ങനൊരു ഷോ നടത്തിയിട്ട് പോയ സ്ഥിതിക്ക് നിങ്ങൾ കല്യാണത്തിന് പോകണ്ടെന്നാ എന്റെ അഭിപ്രായം. ബുദ്ധിരാക്ഷസി. നിങ്ങൾ ആ കല്യാണത്തിന് പോയാ അവിടെ വെച്ച് എന്റെ മക്കൾക്ക് എന്തെങ്കിലും അപമാനം ഉണ്ടായാ അത് ഈ കലയമ്മയ്ക്ക് സഹിക്കില്ല. ഒന്നുമല്ലെങ്കിലും എന്റെ അമൃതമോളുടെ കഴുത്തില് താലി കെട്ടാനിരുന്നവനല്ലേ ഈ സുമേഷ്. ആ ദേഷ്യം കൂടി അവൻ നിങ്ങളോട് കാണിക്കും. അഭിമന്യുവിനെ ദിവ്യപ്രഭയുടെ ആജന്മ ശത്രുവാണല്ലോ. അതെല്ലാം വെച്ച് നോക്കുമ്പോ നിങ്ങൾ ആ കല്യാണത്തിന് പോവണ്ട, അത് ശരിയാവില്ല. അത് തന്നെയാ കലേമേ ഞങ്ങളുടെയും തീരുമാനം. ഞങ്ങൾ ആരും ആ കല്യാണത്തിന് പോകുന്നില്ല. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്ന് തന്നെ. ദിവ്യപ്രഭ കല്യാണത്തിനിടുന്ന സ്വർണം നിങ്ങളുടേതാണെന്ന് കുറച്ചു കാലം കഴിഞ്ഞിട്ട് നിങ്ങൾ അറിഞ്ഞാ മതി. എന്റെ നെക്ലേസ് 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 എവിടെ? എവിടെ എന്റെ നെക്ലേസ് എവിടെ? അതെ മക്കളെ, ഞാൻ നിങ്ങളോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വീട്ടുകാർ സംസാരിക്കുന്നതിനിടയിൽ ഈ സെർവൻസിനെ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തരുതെന്ന്. ഇതൊക്കെ ന്യൂസ് പിടിക്കാൻ നിൽക്കുന്ന പാർട്ടികളാ. അതെ മാഡം, ഞാൻ ഇവിടുത്തെ സെർവന്റ് അല്ല. ഐ ആം ദ മാസ്റ്റർ ചെഫ് ഓഫ് പഞ്ചരത്നം റെസ്റ്റോറന്റ്. ഇനി മുതൽ ഈ സിസിലി അങ്ങനെ വേണം വിളിക്കാൻ. നോട്ട് റിപ്പീറ്റ് സെർവന്റ്. ഇങ്ങനല്ല ചന്ദ്ര നമ്മളൊരു പ്രശ്നത്തെ സമീപിക്കേണ്ടത്. ടെൻഷൻ അടിച്ചിട്ടും തളർന്നിട്ടും ഒന്നും കിട്ടാനില്ല. കേസും പൊല്ലാപ്പും എല്ലാം കൂടി മനുഷ്യന് ഒരു മനസമാധാനം ഇല്ലാത്ത അവസ്ഥയാണ്. കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കലാവധി കാശുവാരി എറിയുന്നുണ്ടല്ലോ. ഇങ്ങനെ വാരിക്കോരി ചെലവഴിക്കാൻ മാത്രം പണം അവൾക്ക് എവിടുന്നാ ചന്ദ്ര?
ആർക്കറിയാം, എനിക്കറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ കലാവതിക്കുണ്ട് പ്രവേശി. അതിപ്പോ ചേച്ചിക്ക് ബോധ്യപ്പെട്ടില്ലേ? എനിക്കല്ല, അത് ചന്ദ്രനാണ് ബോധ്യപ്പെടേണ്ടത്. എന്തൊക്കെയാ അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നോ എന്താ അവളുടെ ഉദ്ദേശമെന്നോ എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എങ്ങനെയാ അവൾ എൻ്റെ മക്കളെ വരുതിയിലാക്കിയെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യാവസ്ഥ അറിയണമെങ്കിൽ അതിന്റെ പിന്നാലെ പോയി അന്വേഷിച്ച് കണ്ടെത്തണം. ഈ അടുത്ത കുറച്ചു കാലം കൊണ്ട് കലാവതിക്ക് വന്നിട്ടുള്ള മാറ്റം എന്നെ വല്ലാതെ ഞെട്ടിക്കുന്നുണ്ട് പ്രഭേച്ചി. ഒരിടത്തും എന്നെ സേവ് ചെയ്യാൻ അവൾ ശ്രമിക്കുന്നില്ല. എത്ര പെട്ടെന്നാ ഞാൻ അവൾക്ക് ആരുമല്ലാതായി മാറിയത്. ഞാനത് എന്നേ പ്രതീക്ഷിച്ചതാ. നീ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് നീങ്ങണം. ഓൾവേസ് ബി അവെയർ ഓഫ് ദ പ്രോസ് ആൻഡ് കോൺസ്. വരും വരായികകൾ തിരിച്ചറിഞ്ഞു വേണം ഓരോ ചുവടും വയ്ക്കാൻ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് പ്രവേശി. എല്ലാ അഴിമതി കേസുകളിലും എന്നെ മാത്രം കൊടുക്കാനാ കലാവതിയുടെ ശ്രമം. അവളുടെ സ്വത്തുക്കളെല്ലാം വേറെ ഏതോ വഴിക്ക് കിട്ടിയതാണെന്ന് വരുത്തി തീർക്കാനാ അവൾ നോക്കുന്നത്. അവൾക്ക് എവിടുന്നാണ് ഇത്രയും പണം കിട്ടിയതെന്ന് അറിയാനായാൽ ദാറ്റ് വിൽ ബി എ മേജർ ഹെൽപ്പ് ഫോർ യു. അവൾക്കങ്ങനെ വാരിക്കോരി പണം നൽകി സഹായിക്കാൻ എൻ്റെ അറിവിൽ ആരുമില്ല. സത്യത്തിൽ പ്രവേശി എന്നെ വിളിച്ചപ്പോൾ ഞാൻ കരുതിയത് കലാവതിയുടെ പണത്തിന്റെ സോഴ്സ് എന്താണെന്ന് പറയാനായിരിക്കുന്ന. ഇല്ല, സോഫ എനിക്ക് ആ വഴിക്കുള്ള ഇൻഫർമേഷൻസ് ഒന്നുമില്ല. 500ന്റെ കുറേയേറെ നോട്ടുകെട്ടുകൾ അവളുടെ കയ്യിലുണ്ട്. അത് ഞാൻ കണ്ടു. അതെങ്ങനെ അവളുടെ പക്കൽ വന്നുവെന്ന് ഞാൻ അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്റെ ജീവിതത്തിലും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുള്ള അന്വേഷണത്തിലാണ് ഞാൻ. ഓരോ മനുഷ്യർക്കും ഓരോ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ചുവരുകൾക്ക് കാതുണ്ട് എന്നൊരു ചൊല്ലുണ്ട്. ഒരു രഹസ്യം കണ്ടുപിടിക്കണമെങ്കിൽ ചുവരുകളുടെ ആ കാതാവാൻ നമുക്ക് പറ്റണം. അതാ എന്റെ അനുഭവങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ വലിയൊരു പാഠം. ചന്ദ്രന്റെ മക്കളെ അവള് വരുതിയിലാക്കിയ സ്ഥിതിക്ക് എന്റെ മനസ്സില് വേറെയും ചില സംശയങ്ങൾ തോന്നുന്നുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും വിധത്തിൽ ചന്ദ്രന്റെ മക്കളെ ചതിച്ചിട്ടാണോ കലാവതി ആ പണം ഉണ്ടാക്കിയതെന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊന്നും നോക്കില്ല പ്രവേശി. അതവളുടെ അവസാനമായിരിക്കും. ആ പണത്തിന്റെ സോഴ്സ് എനിക്കറിയണം. എനിക്കത് അറിഞ്ഞേ പറ്റൂ. അതിനെന്നെ പ്രവേശിച്ച് സഹായിക്കണം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും ശ്രമിക്കാം. ചന്ദ്രനും മറ്റെല്ലാ ജോലിയും വിട്ട് കലാവതിയെ പിന്തുടരണം. അവളുടെ നീക്കങ്ങൾ അറിയാൻ ചന്ദ്രനായിരിക്കും ഒന്നുകൂടി എളുപ്പം. എന്റെ ഊഹം ശരിയാണെങ്കിൽ അത് വേറെ എന്തോ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി തന്നെ ആയിരിക്കാനാണ് വഴി. അതിലും അവള് ചന്ദ്രനെ മാത്രം കൊടുക്കാനുള്ള തന്ത്രം കണ്ടെത്തി വച്ചിട്ടുണ്ടാവും. ഇല്ല, എന്നെയും മക്കളെയും ഇനി അവള് തൊടില്ല. അതിനു മുമ്പ് അവളുടെ കള്ളത്തരങ്ങൾ ഞാൻ വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കും. വേണം. ഇറ്റ്സ് ഓൾറെഡി ഹൈ ടൈം. ഇപ്പൊ തന്നെ വളരെ വൈകി. ചന്ദ്രൻ ഉടനെ എന്തെങ്കിലും ചെയ്യണം.
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.